Hello friends, എല്ലാവർക്കും ടെക്ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഫോണിൽ മാക്രോ ക്യാമറാസിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്തു. ഇന്നത്തെ ഈ ഒരു വീഡിയോനകത്ത് നമ്മൾ എങ്ങനെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു മാക്രോ ലെൻസിന്റെ സഹായം ഒന്നും ഇല്ലാണ്ട് നമ്മൾ കിഡിലൻ മാക്രോ ഫോട്ടോസ് എങ്ങനെ എടുക്കുന്നുള്ളത് ചർച്ച ചെയ്യും. മാക്രോ ലെൻസ് ഒന്നും പലരുടെയും കയ്യിലുണ്ടാവില്ല, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ ഫോൺസും പലരുടെയും കയ്യിലുണ്ടാവില്ല. സോ നമ്മളൊക്കെ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. മെജോറിറ്റി ഓഫ് അസ് നമ്മളെല്ലാവരും ഒരു 10 to 12K റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. സോ അത്തരത്തിലുള്ള മൊബൈലുകളിൽ നമ്മുടെ അഡീഷണലായിട്ട് മാക്രോ ക്യാമറാസ് ഒന്നും വരുന്നുണ്ടാവില്ല. സോ അതിൻ്റെ മാക്രോ ക്യാമറാസിൻ്റെ ആവശ്യം ഒരു ഫോണിനകത്ത് ഇല്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത് ചർച്ച ചെയ്തതാണ്. സോ ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ എങ്ങനെ ഈ മാക്രോ ലെൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ ഫോണിൻ്റെ മെയിൻ ലെൻസിൽ കൂടെ കിഡിലൻ മാക്രോ ഷോട്ട്സ് എങ്ങനെ എടുക്കുന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. സോ വിത്തൗട്ട് എനി ഫർദർ അഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇത്തരത്തിലുള്ള കിഡിലൻ ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു സമയത്ത് ഞാൻ നിൽക്കുന്നത് ഒരു മരത്തിൻ്റെ അടിയിലാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ ഇലകളുടെ ഇടയിൽ കൂടെ വരുന്ന ലൈറ്റാണ് നമ്മുടെ ബൊക്കെ ആയിട്ട് ട്രാൻസ്ഫോം ആവാൻ പോകുന്നത്. അതായത് നമ്മൾ ഫോക്കസ് മാറ്റുമ്പോൾ നമ്മുടെ ആ ലൈറ്റ് ബൊക്കെ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കാണിച്ചു തരാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റ് സോഴ്സൊക്കെ ഉള്ള നല്ലൊരു സ്ഥലം കണ്ടുവയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയുടെ അതായത് ക്യാമറ ആപ്ലിക്കേഷനിൽ ഡിഫോൾട്ട് മോഡ് മാറ്റിയിട്ട് നമ്മൾ എക്സ്പേർട്ട് മോഡ്, എൻ്റെ ഫോണിൽ എക്സ്പേർട്ട് മോഡ് എന്നുള്ളതാണ്, ആ എക്സ്പേർട്ട് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുക. അതല്ലെങ്കിൽ പ്രോ മോഡ് എന്നായിരിക്കും മെജോറിറ്റി ഓഫ് ഫോൺസിലും കാണാനായിട്ട് പറ്റുക. എൻ്റെ റിയൽമി സ്മാർട്ട് ഫോണാണ്, അതിനകത്ത് എക്സ്പേർട്ട് മോഡ് എന്നാണ്. സോ പ്രോ മോഡിലോട്ട് സ്വിച്ച് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഡിഫോൾട്ട് മോഡിൽ നിന്ന് എക്സ്പേർട്ട് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുക. സോ തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫോൾട്ട് ക്യാമറ ആപ്ലിക്കേഷനിലെ ആ ഒരു പ്രോ മോഡിനകത്തെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരുപാട് സെറ്റിങ്സ് ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ളതില്ല. ആദ്യം നമ്മൾ ആകെ ചേഞ്ച് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ഓട്ടോ ഫോക്കസിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതിലൊരു വട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ ഫോക്കസിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. മാനുവൽ ഫോക്കസിലോട്ട് സ്വിച്ച് ചെയ്തതിന് ശേഷം ഫോക്കൽ ലെങ്ത് ഏറ്റവും മിനിമം ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതായത് ഫോക്കൽ ലെങ്ത് ഏറ്റവും മിനിമം ആയിട്ട് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് മെക്കാനിസം എന്നുള്ളത് എനിക്കറിയില്ല. അതായത് ഫോക്കൽ ലെങ്ത്തിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവൽ ഫോക്കസ് ആയിട്ട് മാറും. മാനുവൽ ഫോക്കസ് ആയിട്ട് മാറിയതിന് ശേഷം അത് ഏറ്റവും ലോ ആയിട്ട് സെറ്റ് ചെയ്യാം. ഈ ലോ ആയിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ബാക്കിൽ നിന്ന് വരുന്ന ലൈറ്റ് സോഴ്സും ഒരു ബൊക്കെ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഏറ്റവും ഫൈനലായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൊക്കയുടെ ഇൻറ്റൻസിറ്റി കൂട്ടുകയാണ്. സോ ദ ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡിഫോൾട്ടായിട്ട് 1x സൂമിലായിരിക്കും, അല്ലെങ്കിൽ ഡിഫോൾട്ട് സൂം സെറ്റിങ്സിലായിട്ടായിരിക്കും നമ്മുടെ ഫോട്ടോസ് കിടക്കുന്നുണ്ടാവുക. അതിനകത്ത് സൂം സെറ്റിങ്സിൽ പോയിട്ട് സൂം കുറച്ചൊന്ന് കൂട്ടുക, 2x സൂം ആക്കുക, അതല്ലെങ്കിൽ ഒരു 2.5 അല്ലെങ്കിൽ ഒരു 3 മാക്സിമം ആക്കുക. 5ലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സ് കൂടുതലായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. സോ ഒരു 3x സൂമിലിടുക. 3x സൂം മാക്സിമം ആണ്, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 2 എങ്കിലും വേണം. അതായത് മെയിനായിട്ട് പറയാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 to 3x സൂമിൽ നമ്മുടെ ഫോട്ടോ സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ സെറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ലൈറ്റ് ബൊക്കെ നല്ല രീതിയിലായിട്ട് വന്നിട്ടുണ്ടാവും, ബൊക്കെ ആയിട്ട് നല്ല രീതിയിലായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടാവും. ഇനി ഏറ്റവും ഫൈനലായിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിനെ നമ്മുടെ ഫ്രെയിമിനകത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇടത്തെ കയ്യിൽ, അതായത് ലെഫ്റ്റ് ഹാൻഡിൽ ഒരു ഫ്ലവർ ഉണ്ട്. അതിനകത്ത് ആ ഫ്ലവറിനെ ഞാൻ ഈ ഫ്രെയിമിനകത്തോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ബ്ലറായിട്ടുണ്ട്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ലൈറ്റ് റൂമോ അല്ലെങ്കിൽ സ്നാപ്സീഡോ ഒന്നും ഉപയോഗിക്കേണ്ട തന്നെ ഓട്ടോമാറ്റിക്കലി ബ്ലറായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് മാക്സിമം ഷെയ്ക്ക് കുറഞ്ഞെടുക്കണം. ഷെയ്ക്ക് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോനകത്ത് നോയ്സ് കൂടും. ഇനി എങ്ങാനും നിങ്ങൾ എടുത്ത ഫൈനൽ ഔട്ട്പുട്ടിനകത്ത് നോയ്സ് കൂടുതലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എടുത്ത ഫോട്ടോനെ ലൈറ്റ് റൂമിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് അതിനകത്ത് നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് കുറച്ചൊന്ന് കൂട്ടി വയ്ക്കുക. അത് കൂട്ടി വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോയ്സ് നല്ല രീതിയിൽ കുറഞ്ഞു വരും. ഈ ലൈറ്റ് റൂമിനകത്തുള്ള സെറ്റിങ്സും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ തന്നെ ലൈറ്റ് റൂം എഡിറ്റിംഗ് സീരീസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഇന്ന് ഒരു 4 or 5 സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെ ഒരു നോർമൽ ഫോട്ടോനെ നമ്മൾ അടിപൊളി മാക്രോ ഫോട്ടോ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. സിമ്പിൾ സ്റ്റെപ്സ് ആണ്. പലർക്കും ഈ സ്റ്റെപ്സ് ഈ കാര്യം അറിയായിരിക്കും, പലർക്കും ഇത് അറിയാത്തവരുണ്ട്. സോ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക.
സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ. കുട്ടി ഇൻഫോർമേഷൻസ് ആയിരുന്നു, ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ അറിയാത്തവർ കുറേ പേരുണ്ട്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. ബൈ.